KSU പ്രവർത്തകരെ മുഖംമൂടി ധരിപ്പിച്ച് കോടതിയിലെത്തിച്ച സംഭവത്തിൽ വടക്കാഞ്ചേരി SHO ഷാജഹാന് ഷോക്ക് കോസ് നോട്ടീസ് അയച്ചു കോടതി. വിദ്യാർത്ഥികളെ കറുത്ത മാസ്കും കൈവിലങ്ങും അണിയിച്ച് കൊണ്ടുവന്നത് എന്തിനാണ് എന്ന് കോടതി ചോദിച്ചു. SHO നേരിട്ട് തിങ്കളാഴ്ച കോടതിയിൽ ഹാജരാകണം എന്നതാണ് നിർദ്ദേശം. അമൽ സുരേന്ദ്രൻ വിവരങ്ങളുമായി. അമൽ, ഒരു SFIയുമായി ഉണ്ടായ സംഘർഷത്തിൽ തുടർന്നാണ് ഇപ്പോൾ ഈ KSU പ്രവർത്തകരൊക്കെ പ്രതികളായി മാറിയത്. അവരെ ഈ തരത്തിലേക്ക് കോടതിയിൽ കൊണ്ടുവന്നത് എന്തിന് എന്നത് കോടതി ഇപ്പോൾ ചോദ്യമായി ഉന്നയിച്ചിരിക്കുകയാണോ? എന്താണ് നടപടി? അനുജ, തീർച്ചയായും അങ്ങനെയാണ്. 2 ദിവസങ്ങൾക്ക് മുൻപാണ് വടക്കാഞ്ചേരിയിൽ വെച്ച് SFI KSU തമ്മിലുള്ള സംഘർഷമുണ്ടായത്. ഇതിനെ തുടർന്ന് വടക്കാഞ്ചേരി പോലീസ് അന്വേഷണം നടത്തുകയും KSUവിൻ്റെ നേതാക്കളായിട്ടുള്ള വിദ്യാർത്ഥികളെ കോഴിക്കോട് നിന്ന് കസ്റ്റഡിയിൽ എടുക്കുകയുമായിരുന്നു. അതിനുശേഷം ഇന്ന് അവരെ വടക്കാഞ്ചേരി കോടതിയിൽ ഹാജരാക്കിയായിരുന്നു. പക്ഷേ വടക്കാഞ്ചേരി കോടതിയിൽ ഇവരെ ഹാജരാക്കിയത് എന്ന് പറയുന്നത് അങ്ങേയറ്റം കോടതിക്ക് ഒട്ടും തന്നെ അംഗീകരിക്കാൻ സാധിക്കാത്ത, വിദ്യാർത്ഥികളാണ് എന്ന പരിഗണന പോലും നൽകാതെ കറുത്ത മുഖംമൂടി ധരിപ്പിച്ച് വിലങ്ങ് അണിയിച്ച് അങ്ങനെയാണ് ഈ ഒരു വിദ്യാർത്ഥികളെ, KSUവിൻ്റെ പ്രവർത്തകരെ വടക്കാഞ്ചേരി കോടതിയിൽ പോലീസ് ഹാജരാക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. ഇതിനെതിരെയാണ് കോടതി ശുഭിതമായിട്ട് ചോദ്യം ഉന്നയിച്ചത്. എന്തിനാണ് വിദ്യാർത്ഥികളെ ഇങ്ങനെ കോടതിയിൽ ഹാജരാക്കിയത്, എന്തിൻ്റെ പേരിലാണ്, ഇത്രയും വലിയ കുറ്റം എന്താണ് എന്ന തരത്തിലുള്ള ഒരു ചോദ്യങ്ങൾ കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെ തിങ്കളാഴ്ച ഈ ഒരു വടക്കാഞ്ചേരി SHO ആയിട്ടുള്ള ഷാജഹാൻ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് കോടതിക്ക് മുൻപിൽ നേരിട്ട് ഹാജരാകണം എന്നൊരു ഷോക്ക് കോസ് നോട്ടീസും കോടതി പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പ്രതികളായി കണക്കാക്കി അല്ലെങ്കിൽ SFIയുമായുള്ള സംഘർഷത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട KSU വിദ്യാർത്ഥികൾ എന്ന് പറയുന്നത് ഗണേഷ് ആറ്റൂർ, അൽ അമീൻ, അസ്ലം KA എന്നിവരെയാണ് ഇന്ന് കോടതിയിൽ ഇങ്ങനെ ഹാജരാക്കുന്നത്. ഉച്ചയോടുകൂടിയായിരുന്നു ഇവരെ കോടതിയിൽ കൊണ്ടുവന്നത്. ഏതായാലും ഈ കൊണ്ടുവന്ന ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധമാണ് KSUവിൻ്റെയും മറ്റ് സംഘടനകളുടെയും ഭാഗത്തു നിന്ന് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അനുജ, നമ്മളിതിൽ ഈ വിഷയത്തിൽ എന്താണ് സംഭവിച്ചത് എന്നത് ചോദിച്ചോ? പോലീസ് ഉദ്യോഗസ്ഥരോട് ഇക്കാര്യത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞോ അമൽ? നമ്മൾ പലവട്ടം വടക്കാഞ്ചേരി പോലീസിനെ വിളിച്ച് സംസാരിച്ചുവെങ്കിലും ഈ ഒരു വിഷയത്തിൽ കൂടുതലായിട്ടുള്ള പ്രതികരണത്തിന് പോലീസിന്റെ ഭാഗത്തുനിന്ന് തയ്യാറായിട്ടില്ല. അല്ലെങ്കിൽ ഔദ്യോഗികമായൊരു പ്രതികരണത്തിനോ അല്ലെങ്കിൽ നമ്മളോട് വ്യക്തിപരമായ ഒരു കാര്യങ്ങൾ ചോദിക്കുമ്പോൾ പോലും അവർ ഈ ഒരു കാര്യത്തിൽ നമുക്ക് പ്രതികരണം തന്നിട്ടില്ല. ഏതായാലും വലിയ വീഴ്ച തന്നെയാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. മുൻപെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ്, അതീവ ഗൗരവകരമായിട്ടുള്ള കേസുകളിലാണ് പ്രത്യേകിച്ചും കോടതിയിൽ പ്രതികളെ ഹാജരാക്കുമ്പോഴാണ് ഇത്തരത്തിലൊക്കെ മുഖംമൂടി അണിയിപ്പിക്കുകയും വിലങ്ങണിയിപ്പിക്കുകയും ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു കേസിലെ ഒരു ഗൗരവം എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾ തമ്മിലുള്ള, പ്രത്യേകിച്ചും KSU SFI തമ്മിലുള്ള ഒരു സംഘർഷമാണ് ഉണ്ടായത്. ആ ഒരു സംഘർഷത്തിന്റെ ഭാഗമായിട്ടുള്ള ഇവരെ കോഴിക്കോട് നിന്ന് അറസ്റ്റ് ചെയ്ത് ഇന്ന് വടക്കാഞ്ചേരിയിൽ ഹാജരാക്കുമ്പോൾ ഈ വിധത്തിൽ വേണോ എന്നാണ് ഒരു ചോദ്യമാണ് പൊതുസമൂഹം ഒന്നാകെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അത് രാഷ്ട്രീയ ഭേദമില്ലാതെ തന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യവുമാണ്. കാരണം അത്രമേൽ ആ വിദ്യാർത്ഥികൾ എന്നൊരു പരിഗണനയെങ്കിലും അവർക്ക് നൽകേണ്ടതായിരുന്നു. അനുജ, അതാണിപ്പോൾ കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം ഉണ്ടായത്. KSU പ്രവർത്തകരെ മുഖംമൂടിയും കൈവിലങ്ങും അണിയിച്ച് കോടതിയിൽ എത്തിക്കുകയായിരുന്നു. SFIയുമായുണ്ടായ സംഘർഷത്തിൽ പ്രതികളായ KSU വിദ്യാർത്ഥികളെയാണ് ഈ തരത്തിലേക്ക് കോടതിയിലേക്ക് എത്തിച്ചത്. ഇപ്പോൾ കോടതി ഷോക്ക് കോസ് നോട്ടീസ് അയച്ചിരിക്കുകയാണ് വടക്കാഞ്ചേരി SHO ഷാജഹാന്. ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ, എന്തിനാണ് ഇങ്ങനെ കൊണ്ടുവന്നത് എന്ന ചോദ്യം കോടതി ചോദിച്ചിരിക്കുകയാണ്. ഒപ്പം SHO നേരിട്ട് തിങ്കളാഴ്ച കോടതിയിൽ ഹാജരാകണം എന്നുള്ളതാണ് കോടതി നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഈ വിഷയത്തിൽ എന്ത് സംഭവിച്ചു, എന്തുകൊണ്ടാണ് ഈ തരത്തിലേക്ക് ഈ വിദ്യാർത്ഥികളെ കൊണ്ടുവന്നത് എന്നതിൽ വിശദീകരണം തേടാൻ നമ്മളും ശ്രമിച്ചിട്ടുണ്ട്. പോലീസിനോട് വിശദീകരണം തേടാൻ ശ്രമിച്ചു. പക്ഷേ അവർ ഒരു വിശദീകരണം നൽകാൻ തയ്യാറായില്ല എന്നുള്ളതാണ് അമൽ സുരേന്ദ്രൻ നൽകിയ വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.